ഞങ്ങൾ തുടങ്ങട്ടെ യാത്ര. അഭിവന്ദ്യരെ നിങ്ങൾക്ക് അഭിവാദനം, അനുഗ്രഹമാശിസും തന്നിടുമോ. പ്രിയമുള്ളവരെ, കാലങ്ങൾ മാറി മാറി വരുമ്പോൾ മാറ്റങ്ങൾ സ്വാഭാവികമാണ്. എങ്കിലും ചില മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പലർക്കും മടിയാണ്. നമ്മുടെ നാട് ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും മുക്തമായിട്ട് 70 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നിരവധി പേർ ജാതി വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ജീവരക്തം ബലിയായി നൽകിയെടുത്ത സ്വാതന്ത്ര്യം. അടിമകൾ ചുടുചോര ചിന്തി ഒടുവിലി അടിമത്തം പൊട്ടിച്ചെറിഞ്ഞുവല്ലോ. ആയിരങ്ങൾ അടരാടി നേടിയ അമൃതായി സ്വാതന്ത്ര്യം ലഭിച്ചുവല്ലോ. നമ്മൾ ഉടമകളായി ഭവിച്ചുവല്ലോ. നാടിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടിയിരുന്നില്ല എന്നത് ചരിത്ര സത്യം. നാട് 2ആയി വിഭജിക്കപ്പെട്ടപ്പോൾ മനസ്സുകൾ 100ആയി വിഭജിക്കപ്പെട്ടതിന് കാലം സാക്ഷി. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ, ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ സ്വന്തവും ബന്ധവും മറന്ന് അനേകർ ഏറ്റുമുട്ടി. വെട്ടി മുറിച്ചു കബന്ധങ്ങളെ, തട്ടിയുടച്ചേറെ ജീവിതങ്ങൾ, കെട്ടിയടച്ചു മനസ്സുകളെ, പൊട്ടിത്തകർന്നേറെ മാനസങ്ങൾ. പരസ്പരം പോരാടി നിൽക്കുന്ന നാട്ടുരാജ്യങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ കഠിനമായ പ്രയത്നങ്ങൾ നടന്നു. നിരവധി വാഗ്ദാനങ്ങൾ, നിരവധി പ്രലോഭനങ്ങൾ, നിരവധി തന്ത്രങ്ങൾ, നിരവധി കൂടിയാലോചനകൾ. എല്ലാറ്റിനുമൊടുവിൽ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഭാഷാടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യം രൂപപ്പെട്ടു. ഭാരതം ഒരു റിപ്പബ്ലിക്കായി, ഭരണഘടന സ്വന്തമായുള്ള രാജ്യം, നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ പ്രവൃത്തിപഥത്തിൽ എത്തിച്ച രാജ്യം. അതെ, ലോകത്തിന് മുഴുവൻ മാതൃകയായ ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ നമ്മുടെ രാജ്യത്തിലെ ഒഡീഷ സംസ്ഥാനത്തിലെ മേൽഖാര എന്ന സ്ഥലത്തേക്ക് ക്ഷണിക്കുകയാണ്. തലസ്ഥാനമായ ഭുവനേശ്വറിൽ നിന്നും ഏറെ അകലെയായി, പരിഷ്കാരങ്ങളും സാങ്കേതികതയും എത്താത്ത ഒരു നാട്. അവിടുത്തെ റാംപൂർ ബ്ലോക്ക് ആദിവാസി മേഖല. കാടും മലയും കുന്നും പുഴയും കാട്ടരുവികളും കാട്ടുതേനുമുള്ള നാട്. ചേല ചുറ്റിയ സ്ത്രീകളും ഗുഡ്ക ചവച്ച് നീങ്ങുന്ന പുരുഷന്മാരും വല്ലപ്പോഴും എത്തുന്ന വാനുകളാണ് യാത്രയ്ക്ക് അവർക്കുള്ള ആശ്രയം. കാട്ടുവഴികളിലൂടെയുള്ള യാത്ര പലപ്പോഴും ലക്ഷ്യസ്ഥാനത്തിന് മുമ്പ് തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നേക്കാം. ആ പുല്ലുമേഞ്ഞ കുടിലിന്റെ മുമ്പിൽ തൻ്റെ ഭാര്യയുടെ തലയിൽ പൂവും വെച്ച് പുകയിലക്കറയുള്ള പല്ല് പുറത്തു കാട്ടിച്ചിരിക്കുന്ന ആ മനുഷ്യനെ നിങ്ങൾ കാണുന്നില്ലേ? അയാളാണ് ദാനാ മാഞ്ചി. തൊട്ടുരുമയിരിക്കുന്ന ആ സ്ത്രീയാണ് അമംഗ് ദേവി, അയാളുടെ ഭാര്യ. മുറ്റം വൃത്തിയാക്കിയെത്തിയ ആ 12കാരി അവരുടെ 2ാമത്തെ മകളാണ് ഗീതാഞ്ജലി. മൂത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്തയച്ചു. ഇളയ 2 പെൺമക്കൾ കൂടിയുണ്ട് അവർക്ക്. ക്ഷീണിതയായ അമ്മയെ നോക്കി അവൾ പറഞ്ഞു, വയ്യാത്ത അമ്മ എന്തിനാ ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നേ? എടി മോളെ, എത്ര നാളെന്ന് വെച്ചാ കൂരയ്ക്കകത്ത് കുത്തിയിരിക്കുക അല്ലേ ദേവി? ദാന അങ്ങനെ പറഞ്ഞപ്പോൾ ഇണക്കിളിക്കരികിലായി കുറുകി നിൽക്കും മാടപ്പിറാവിനെ പോലൊരുവൾ, ഈറനണിയുന്ന മിഴികളുമായി പ്രിയകാന്തനെ നോക്കി നന്ദിയോടെ. ഒരിക്കൽ കാടിന്റെ കുളിർമ പോലെ സുന്ദരമായിരുന്നു അവളുടെ മുഖം. പരൽമീനുകൾ പോലെയുള്ള അവളുടെ കണ്ണുകളും എള്ളിൻപൂവ് പോലെയുള്ള മൂക്കും. പക്ഷേ
ഇന്ന് അവളുടെ പ്രസരിപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ മാഞ്ചി, ഈ രോഗം എന്നെ വിട്ടുപോകുമെന്ന് തോന്നുന്നില്ല. നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കേണ്ട. നാളെ നിന്നെ ഞാൻ പട്ടണത്തിലെ ആശുപത്രി കൊണ്ടുപോകാം. രോഗം വന്നാൽ ചികിത്സിക്കുന്ന പതിവ് അവർക്കില്ല. കാരണം അവർക്ക് ആശുപത്രി സൗകര്യങ്ങൾ കിലോമീറ്ററുകളുടെ ദൂരത്തിലാണ്. പിറ്റേ ദിവസം രാത്രി ഇരുണ്ടു വെളുത്തു. യാത്ര തുടങ്ങുന്നവർ ജീവനെ കാത്തിടന ജീവിതം കയ്യിൽ പിടിച്ച് യാത്ര തുടങ്ങുന്നവർ ജീവനെ കാത്തിടന ജീവിതം കയ്യിൽ പിടിച്ച്. അമംഗ് ദേവി ക്ഷയരോഗബാധിതയായിട്ട് 10 വർഷം കഴിയുന്നു. ആ ആദിവാസി ഊരുകളിൽ ദാരിദ്ര്യവും പട്ടിണിയും അകന്ന സമയമുണ്ടായിട്ടില്ല. വിശപ്പ് മാറ്റാൻ സ്വന്തം സഹോദരിയുടെ 2 വയസ്സുള്ള കുഞ്ഞിനെ ഭനസ്പുഞ്ചി എന്ന സ്ത്രീ വെറും 40 രൂപയ്ക്ക് വിറ്റത് 1985 പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞ വാർത്തയായിരുന്നു. വിശപ്പ് മനുഷ്യനെ കാർന്നു തിന്നുമ്പോൾ അവിടെ സ്വന്തം ബന്ധങ്ങൾക്കും സദാചാര ബോധത്തിനും പ്രസക്തി ഉണ്ടാകില്ല എന്നത് ആർക്കാണ് നിഷേധിക്കാനാവുക? വിശപ്പിനൊപ്പം രോഗവും തളർത്തുമ്പോൾ അവരുടെ സ്ഥിതി പറയാനുണ്ടോ? അമംഗ് ദേവിയെപ്പോലെ രോഗം ബാധിച്ച അനേകരുണ്ടിവിടെ. വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ വിദ്യാഭ്യാസമോ അറിവോ ഇല്ലാത്ത ആ കാട്ടുമനുഷ്യരെ ആരറിയുന്നു? കാട്ടിൽ വസിക്കുന്ന നിഷ്കളങ്കരായ ആദിവാസികളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന നാട്ടുമനുഷ്യർക്ക് മനുഷ്യത്വത്തിന്റെ വില അറിയുമോ? വെട്ടിപ്പിടിച്ചും കൊണ്ടും കൊടുത്തും പെട്ടി നിറച്ചവർ വച്ചിടുന്നു. പെട്ടിയിൽ വെച്ചത് കൊണ്ടുപോയിടുമോ? വിഡ്ഢികൾ നമ്മളി തോർത്തിയിടുമോ? റാംപൂരിൽ നിന്നും 60 കിലോമീറ്റർ അകലെ കലഹണ്ടിയിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോൾ മുതൽ അമംഗ് ദേവി എന്ന രോഗിണിയുടെ ഭർത്താവും മകളും ആ ആശുപത്രിയുടെ വരാന്തയിലായി താമസം. ദാനയ്ക്ക് ദേവിയെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ലെന്ന് തോന്നി. തിരികെ പോകാൻ പലരും ഉപദേശിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ദേവിക്ക് ദീനം കുറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുപോകണം. ഞാനിവിടെ ഇല്ലെങ്കിൽ പിന്നെ അവക്കാരാ. അല്ല, ഞാൻ എന്തിനാ അങ്ങോട്ട് പോന്നേ? എൻ്റെ ജീവൻ ഇവിടെയാ. ദിവസങ്ങൾ കടന്നുപോയി. ചുമച്ച് രക്തം ഛർദ്ദിച്ച് അവശയായി കിടക്കുന്ന ആ ആദിവാസിയെ പരിചരിക്കാനോ കൃത്യമായി മരുന്നുകൾ നൽകാനോ അവിടെ ആർക്കും താല്പര്യം തോന്നിയില്ല. ആശുപത്രി ജീവനക്കാർക്ക് കൈമടക്ക് കൊടുക്കുവാൻ ആ പാവത്തിന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. നമ്മുടെ നാട്ടിലെ ആദിവാസി ഊരുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ആദിവാസി ക്ഷേമത്തിനു വേണ്ടി എന്ന പേരിൽ കോടിക്കണക്കിന് പണം ഫണ്ടുകളിൽ നിറയുന്നുണ്ടെങ്കിലും എത്തേണ്ടിടത്ത് എത്താതെ ഇടനിലക്കാരിലെത്തി ആ പണം ചിലവഴിക്കപ്പെടുന്നു. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന് പറയും പോലെ അവരുടെ ജീവിതം ദുരിതപൂർണം തന്നെ. ദാനാമാഞ്ചി, ദാനാമാഞ്ചി, നിങ്ങളാണോ അമംഗ് ദേവിയുടെ ഭർത്താവ്? ആന്നേ. അവര് മരിച്ചു. ശവം ഇവിടുന്ന് മാറ്റിത്തരണം. കട്ടിൽ അടുത്ത രോഗിക്ക് കൊടുക്കണം. സൂര്യനിരുണ്ടു കണ്ണി ഭൂലോകം കീഴ്മേൽ മറിഞ്ഞു നെഞ്ചിലുടക്കി വലിക്കുന്ന വിങ്ങല് പെരുമ്പറ കൊട്ടുന്നു ഹൃദയതാളം. പ്രശീതള പാണിയ കിടക്കും പ്രിയ പ്രാണനിൽ നിന്നും പറന്നകന്നു.
നിസ്സഹായനായ മനുഷ്യനെ സഹായിക്കാൻ ഒരു മനുഷ്യ സ്നേഹിയും കടന്നു വന്നില്ല. ക്ഷയരോഗം ബാധിച്ച് മരിച്ച ആ സ്ത്രീയുടെ മൃതദേഹം തണുത്ത് വിറച്ച് തറയിൽ കിടന്നു. മണിക്കൂറുകളോളം അയാൾ അലഞ്ഞു. എന്റെ ദേവി മരിച്ച്, എന്റെ ദേവി, അവളെ എനിക്ക് കൊണ്ടുപോകണം. അപ്പ, എന്റെ അമ്മ പറഞ്ഞല്ലേ അപ്പയോട് വരുന്നില്ലെന്ന്. അപ്പ എന്തിനാ അമ്മ ഇവിടെ കൊണ്ടുവന്ന്? അതുകൊണ്ടല്ലേ എന്റെ അമ്മ മരിച്ചേ. എന്റെ മോളെ, അവള് കുറച്ചാളൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ. ഒന്നും വേണ്ടിയിരുന്നില്ല. ഞാനിതൊക്കെ സഹിക്കും. ദേവിയേ, നോക്കടി ദേവിയേ. കരച്ചിലും കൂവലൊക്കെ പുറത്ത്. മറ്റു രോഗികൾക്ക് ശല്യം ഉണ്ടാക്കാതെ വേഗം ബോഡി മാറ്റ്. നേഴ്സമ്മേ, ഞാൻ എങ്ങനെ അവളെ, എന്റെ ദേവി, എന്റെ ദേവി. തൻ്റെ പ്രിയപ്പെട്ടവളുടെ ആഗ്രഹം പോലെ തൻ്റെ കൂരയുടെ അടുത്ത് അവളെ അടക്കണമെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൽ കയറ്റാതെ എങ്ങനെ അയാൾ കൊണ്ടുപോകും? വെറുപ്പോടെ അറപ്പോടെ തന്നെ നോക്കുന്ന ആ മനുഷ്യർക്ക് മുന്നിലൂടെ തുണിയിൽ പൊതിഞ്ഞു കെട്ടി തൻ്റെ തോളിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവളുടെ ജീവനറ്റ ദേഹം അയാൾ എടുത്തു വെച്ചു. 12-കാരിയായ മകൾ മാത്രം അനുഗമിച്ച ആ വിലാപയാത്ര മുന്നോട്ട് നീങ്ങി. മൃതശരീരമാണ് വഹിക്കുന്നതെന്ന് അയാൾക്ക് തോന്നിയില്ല. തൻ്റെ പ്രിയപ്പെട്ടവൾ വെയിലാളി തിളയ്ക്കുന്ന പാതകൾ താണ്ടി തലയിൽ എരിയുന്ന സൂര്യനുമായി വേർപ്പും കണ്ണീരുമായി ഉരുകിയൊലിക്കുന്ന വേദനയറിയുമോ വേർപിരിഞ്ഞോ? 12 കിലോമീറ്റർ. നമുക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറം വേദനാജനകമായിരുന്നു ആ യാത്ര. ഏതോ ചാനലിൽ ആ യാത്രാ ദൃശ്യം പകർത്തിയതിനാൽ 12-ാം കിലോമീറ്ററിൽ ഒരു ആംബുലൻസ് എത്തി. ആരുമില്ലാത്തവർ, അഗതികളായവർ, ലക്ഷ്യം മുറിഞ്ഞവൻ യാത്രയായി. ചോദ്യങ്ങളായിരം ഉത്തരമില്ലാതെ ചോദിച്ചു കൊണ്ടവൻ യാത്രയായി. പ്രിയമുള്ളവരെ, ദാനാമാഞ്ചി ഒരു ചോദ്യചിഹ്നമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്കപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണാനും അവന്റെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്ന ചോദ്യചിഹ്നം. എൻ്റെ ചുറ്റുപാടുമുള്ളവരെല്ലാം എൻ്റെ സ്വന്തമാണെന്ന ബോധ്യത്തിലേക്ക്, എൻ്റെ നാട് എൻ്റെ സഹോദരി സഹോദരന്മാരുടെ ഇടമാണെന്ന ചിന്തയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. കരുതലിൻ്റെ കരസ്പർശം നൽകുന്ന വിദ്യാർത്ഥികൾ നാളെ കാരുണ്യത്തിൻ്റെ പ്രവാചകരായി മാറും. നമ്മുടെ നാട് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പാടാം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം.